ഹലോ ഫ്രണ്ട്സ്, 10th പ്രിലിംസ് പോലെയുള്ള കേരള PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അപ്പൊ 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, KG ശങ്കരപിള്ള. കേട്ടോ, പഠിച്ചു വെക്കണേ. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ്? സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. അടുത്ത ചോദ്യം, തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് വയലാർ പുരസ്കാരം നേടിയതാരാണ്? അപ്പൊ എന്താണ് തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക് വയലാർ പുരസ്കാരം നേടിയതാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, E സന്തോഷ് കുമാർ ആണ്. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ് 2025 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? E സന്തോഷ് കുമാർ ആണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. അടുത്ത ചോദ്യം, 2026 ഹരിവരാസന പുരസ്കാര ലഭിച്ചതാർക്കാണ്? 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് ആൻസർ ഓപ്ഷൻ സി ആണ്, തിരുവിഴ ജയശങ്കർ ആണ്. കേട്ടോ, തിരുവിഴ ജയശങ്കർ. പഠിച്ചു വെക്കണം. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് തിരുവിഴ ജയശങ്കർ ആണ്. ഇദ്ദേഹം ഒരു നാദസ്വര വിദ്വാനാണ്, തിരുവിഴ ജയശങ്കർ. കേട്ടോ. നാലാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഥവാ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, വി രാമസുബ്രഹ്മണ്യൻ ആണ്. കേട്ടോ, നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. കേട്ടോ. അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അതായത് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചേ. അപ്പൊ പഠിക്കണം, നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അതും ആൻസർ ഓപ്ഷൻ എ ആണ്, ജ്ഞാനേഷ് കുമാർ ആണ്. കേട്ടോ, ജ്ഞാനേഷ് കുമാർ ആണ്. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. കേട്ടോ, ജ്ഞാനേഷ് കുമാർ ആണ്. അതുപോലെ തന്നെ SIR അല്ലേ, സ്പെഷ്യൽ ഇൻക്ലൂസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പട്ടികയൊക്കെ നടപ്പിലാക്കിയത് ആരാണ്? ജ്ഞാനേഷ് കുമാറിന്റെ കാലത്താണ്. കേട്ടോ, അപ്പൊ ജ്ഞാനേഷ് കുമാർ ആണ്. പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത്, ഓപ്പറേഷൻ നുംകൂർ ഏത് നിയമവിരുദ്ധ പ്രവർത്തനം തടയാനാണ് കസ്റ്റംസ് ആരംഭിച്ചത്? ഓപ്പറേഷൻ നുംകൂർ ആണ്. ഓപ്പറേഷൻ നുംകൂർ ഏത് നിയമവിരുദ്ധ പ്രവർത്തനം തടയാനാണ് കസ്റ്റംസ് ആരംഭിച്ചത്? ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ്. എന്താണ്? ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ച് മറിച്ചു വിൽക്കുന്നത് തടയാൻ വേണ്ടിയാണ്. ഓപ്പറേഷൻ നുംകൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ച് മറിച്ചു വിൽക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ നുംകൂർ എന്ന പദ്ധതി കസ്റ്റംസ് ആരംഭിച്ചത്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ ആണ്. കേട്ടോ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. അടുത്തത്, നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ ആണ്. കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ സി, നിർമ്മല സീതാരാമൻ ആണ്. കേട്ടോ, നിർമ്മല സീതാരാമൻ. 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആൻസർ R വൈരമുത്തു ആണ്. കേട്ടോ, ഓപ്ഷൻ ബി R വൈരമുത്തു ആണ്. കേട്ടോ, ഈ R വൈരമുത്തു എന്ന് പറഞ്ഞാൽ തമിഴ് എഴുത്തുകാരനും തമിഴ് നോവലിസ്റ്റും ഒക്കെയാണ് ഈ R വൈരമുത്തു. കേട്ടോ, പഠിച്ചു വെക്കണം. 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി R വൈരമുത്തു. 2025 സാഹിത്യ നോബൽ സമ്മാനം നേടിയതാരാണ്? 2025 സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയത് ആരാണ്? സാഹിത്യ മേഖലയാണ്. അപ്പൊ ആരായിരിക്കും? ലാസോ ക്രിസ്ന ഫോർക്കെ ആണ്. കേട്ടോ, ലാസോ ക്രിസ്ന ഫോർക്കെ ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. 2025 സാഹിത്യ നോബൽ സമ്മാനം നേടിയത് ലാസോ ക്രിസ്ന ഫോർക്കെ ആണ്. ഇദ്ദേഹം ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. കേട്ടോ, ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസോ ക്രിസ്ന ഫോർക്കെ. കേട്ടോ, അതോടൊപ്പം തന്നെ മരിയ കൊറീന മച്ചാഡോ ആരാണ്? 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ വെനസ്വേലയിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, 2026 ICC പുരുഷ 2020 ലോകകപ്പ് വേദി എവിടെയൊക്കെയായിരുന്നു? അപ്പൊ വേദി എവിടെയാണ്? ഇപ്പൊ 2026 നടന്ന ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയൊക്കെയാണ്? നമുക്കറിയാം, ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് ഈ ഒരു ടൂർണമെന്റ് നടത്തിയത്. കേട്ടോ, പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പൊ 2026 ICC പുരുഷ 2020 ലോകകപ്പ് വേദി എവിടെയൊക്കെയായിരുന്നു? ഇന്ത്യയും ശ്രീലങ്കയുമാണ്. കേട്ടോ,
ഇനി 2026 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഓപ്ഷൻ സി ഇന്ത്യയാണ്. ഇപ്പൊ 2026 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ 2020 വേൾഡ് കപ്പ് കിരീടമാണ് 2026 ഉയർത്തിയത് കേട്ടോ. 2020യുടെ ഇപ്പൊ എപ്പോഴൊക്കെയാണ്? ആദ്യത്തേത് 2007, പിന്നെ 2024, പിന്നെ 2026 കേട്ടോ. 2020 വേൾഡ് കപ്പ് കിരീടമാണ് ക്രിക്കറ്റിന്റെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, 2026 പുരുഷ 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, പ്ലെയർ ഓഫ് ദ സീരീസ് അഥവാ 2026 നടന്ന പുരുഷ 2020 വേൾഡ് ലോകകപ്പ് ക്രിക്കറ്റിലെ പ്ലെയർ ഓഫ് ദ സീരീസ് അഥവാ ടൂർണമെന്റിലെ താരമായിട്ട് തെരഞ്ഞെടുത്ത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു വി സാംസൺ ആണ് കേട്ടോ. സഞ്ജു വി സാംസൺ ആണ്. അതുപോലെ തന്നെ ഒരു മേജർ ക്രിക്കറ്റ് ടൂർണമെന്റിൽ, അതായത് ലോകകപ്പ് പോലുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി ടൂർണമെന്റിലെ താരമാവുന്നത്. സഞ്ജു സാംസൺ. അടുത്ത ചോദ്യം, 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കൾ ആരാണ്? അത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇന്ത്യയാണ്. പഠിച്ചു നോക്കണേ. 2025 നടന്ന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വനിതാ ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് കിരീടമാണ് 2025 സ്വന്തമാക്കിയത്. അടുത്തത്, അരാട്ടെ മെസഞ്ചർ വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ്? നമുക്കറിയാം, വാട്സാപ്പിനൊക്കെ ബദലായിട്ട് അരാട്ടെ മെസഞ്ചർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് ഏത് കമ്പനിയാണെന്നാണ് വെച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും. ആൻസർ ഓപ്ഷൻ ബി ആണ്. സോഹോ കോർപ്പറേഷൻ ആണ് കേട്ടോ. സോഹോ കോർപ്പറേഷൻ ആണ്. പഠിച്ചു വെക്കണേ. അരാട്ടെ മെസഞ്ചർ വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ്? സോഹോ കോർപ്പറേഷൻ ആണ്. സോഹോ കോർപ്പറേഷൻ. ഗ്രോക്കിപീഡിയ പുറത്തിറക്കിയത് ആരാണ്? ഗ്രോക്കിപീഡിയ പുറത്തിറക്കിയത് എലോൺ മസ്ക് ആണ് കേട്ടോ. ഓപ്ഷൻ ബി എലോൺ മസ്ക് ആണ്. അപ്പൊ ഗ്രോക്കിപീഡിയ പുറത്തിറക്കിയത് ആരാണ്? എലോൺ മസ്ക് ആണ്. അടുത്തത്, ഡീപ് സീക്ക് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഡീപ് സീക്ക് അവതരിപ്പിച്ച രാജ്യം ചൈനയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഡീപ് സീക്ക് അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഒരു AI ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ചൈനയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാള നടൻ ആരാണ്? 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാള നടൻ ആരാണ്? ഓപ്ഷൻ ബി നമ്മുടെ മോഹൻലാൽ ആണ് കേട്ടോ. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാള നടൻ ആരാണ്? മോഹൻലാൽ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ മിക്ക ദിവസങ്ങളും അതിനകത്ത് ക്ലാസ്സുകൾ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള മുഴുവൻ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഒരു ബാച്ചിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ നോട്ട്സും ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ VFL വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ വരെയായിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഉണ്ട്. നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എടുത്തും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന അടുത്ത വർഷം നടക്കാൻ പോകുന്ന LDC 2027 പരീക്ഷകൾക്കും ഇതിന്റെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നോട്ടുകളും ക്ലാസ്സുകളും വളരെയധികം ഉപകാരപ്രദം ആകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇതിന് അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ കേട്ടോ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയുള്ളൂ. ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ പക്കയാക്കി എടുത്തു വെച്ച് നോട്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് ആയിരിക്കും. ക്ലിയർ ആണേ? അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. KSRTC ഗുഡ്വിൽ അംബാസിഡർ ആയത് ആരാണ്? അതായത് അടുത്തിടെ KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതൻ ആയത് ആരാണ്? ആൻസർ നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. ഓപ്ഷൻ ബി മോഹൻലാലാണ്. 2026 G7 ഉച്ചകോടി വേദി. 2026 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്നലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് 2026 G7 ഉച്ചകോടിയുടെ വേദി. 2026 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്നലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് 2026 G7 ഉച്ചകോടിയുടെ വേദി. 2026 G7 ഉച്ചകോടിയുടെ വേദി
2026 G20 ഉച്ചകോടി വേദി. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ആൻസർ അമേരിക്കയിലാണെന്ന് നമുക്കറിയാം. ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാം അമേരിക്കയിലാണ്. അമേരിക്കയിൽ എവിടെയാണെന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ എവിടെയാണ്? ഓപ്ഷൻ ഡി മിയാമിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2026 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? മിയാമി, അമേരിക്കയാണ് കേട്ടോ. മിയാമി, അമേരിക്ക. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി അത് നമ്മുടെ ഇന്ത്യയെ വെച്ചാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ്? വേദിയായ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇരവികുളമാണ് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കാണ്. പഠിച്ചു നോക്കണം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ് കേട്ടോ. ഇരവികുളം. അടുത്ത ചോദ്യം, എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കീതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? അപ്പൊ എന്താണ്? എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കീതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. പഠിച്ചു നോക്കണം. എന്താണ് കീതൂർ പക്ഷി സങ്കേതം? കീതൂർ പക്ഷി സങ്കേതം വരുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലാണ്. RBIയുടെ നിലവിലെ ഗവർണർ ആരാണ്? RBIയുടെ നിലവിലെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. സഞ്ജയ് മൽഹോത്ര. അടുത്ത പോയിന്റ്, ഓപ്പറേഷൻ സിന്ദൂർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? നമുക്കറിയാം ഏത് രാജ്യമായിരിക്കും? ഓപ്ഷൻ സി, പാകിസ്ഥാനാണ് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? പാകിസ്ഥാൻ. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ഛത്തീസ്ഗഡ്. പഠിച്ചു വെക്കണം. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. അടുത്ത പോയിന്റ്, ലോക ബാങ്ക് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അജയ് ബംഗയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ലോക ബാങ്ക് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ്. അജയ് ബംഗ. അടുത്ത ചോദ്യം നോക്കാം, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആരാണ്? അതായത് നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. നിലവിലെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ലഹരി വിരുദ്ധ എക്സൈസ് പദ്ധതി ഏതാണ്? ലഹരി വിരുദ്ധ എക്സൈസ് പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നേർവഴിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ലഹരി വിരുദ്ധ എക്സൈസ് പദ്ധതി നേർവഴിയാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, സ്പേസ് ഡോക്കിംഗ് വിജയകരമായി നടത്തിയ 4ാമത്തെ രാജ്യം. നമുക്കറിയാം സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് എവിടെയാണ്? നമ്മുടെ സ്പാഡക്സ് ദൗത്യത്തിലാണ്. സ്പാഡക്സ് ദൗത്യത്തിലാണ്. ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ഒക്കെ നമ്മൾ സ്പാഡക്സ് ദൗത്യത്തിൽ പഠിച്ചല്ലേ. അപ്പോൾ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി നടത്തിയ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. 4ാമത്തെ രാജ്യം. പഠിച്ചു നോക്കണം. സ്പേസ് ഡോക്കിംഗ്, അതായത് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പാമ്പൻ പാലമാണ്. പാമ്പൻ പാലമാണ് കേട്ടോ. പുതിയ പാമ്പൻ പാലമാണ്. 50 മുതൽ 65 വയസ്സുകാരായ തൊഴിലില്ലാത്തവർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? 50 മുതൽ 65 വയസ്സുകാരായ തൊഴിലില്ലാത്തവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നവജീവൻ പദ്ധതിയാണ് കേട്ടോ. നവജീവൻ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായ പദ്ധതി ഏതാണ്? മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായ പദ്ധതി ആൻസർ ഓപ്ഷൻ എ ആണ്, സ്നേഹാരാമ പദ്ധതി കേട്ടോ. നമ്മൾ പഠിച്ചല്ലേ സ്നേഹാരാമ പദ്ധതി. അതായത് വെറുതെ കിടക്കുന്ന അഴുക്കായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്താണ് വൃത്തിയാക്കി അവിടെ പൂന്തോട്ടങ്ങളും ഗാർഡനും ഒക്കെ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമ പദ്ധതി. അപ്പം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. അടുത്തത്, ജീവിതശൈലി രോഗനിർണയ ആപ്ലിക്കേഷൻ താഴെ തന്നിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബി ആണ്, ശൈലി ആപ്പാണ് കേട്ടോ. ശൈലി ആപ്പ് കേട്ടോ. ടാങ്കർ കുടിവെള്ള വിതരണത്തിലെ ക്രമക്കേടുകൾ തടയാനുള്ള പദ്ധതി ഏതാണ്? ടാങ്കർ കുടിവെള്ള വിതരണത്തിലെ ക്രമക്കേടുകൾ തടയാനുള്ള പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സുജലം സുലഭം പദ്ധതിയാണ് കേട്ടോ. സുജലം സുലഭം പദ്ധതി. അടുത്തത്, സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ വിജിലൻസ് പരിശോധന ഏതാണ്? സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ വിജിലൻസ് പരിശോധന എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് ആണ് കേട്ടോ. സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ വിജിലൻസ് പരിശോധന ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് ആണ്. അടുത്തത്,
ബഹിരാകാശത്ത് ബന്ധിപ്പിച്ച ഉപഗ്രഹങ്ങൾ അഥവാ ഡോക്കിംഗ് അൺഡോക്കിംഗ് പരീക്ഷണം നടത്തിയ സ്പാഡക്സ് ദൗത്യത്തിലെ ഉപഗ്രഹങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് SDX-01 SDX-02. ഇത് പരീക്ഷയ്ക്ക് PVക്ക് ചോദിച്ചതാണ്. SDX-01 SDX-02 ആണ് കേട്ടോ. സ്പാഡക്സ് ദൗത്യത്തിലെ ബന്ധിപ്പിച്ച അതായത് ഡോക്കിംഗ് അൺഡോക്കിംഗ് പരീക്ഷണം നടത്തിയ ഉപഗ്രഹങ്ങൾ SDX-01 SDX-02 ആണ്. ഇനി അടുത്ത ചോദ്യം, 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയ കവി ആരാണ്? 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയ കവി ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രഭാവർമ്മയാണ് കേട്ടോ. 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയ കവി ഏതാണ്? പ്രഭാവർമ്മ. അതുപോലെ തന്നെ 2025 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ കവിയത്രിയാണ് ആരാണ്? അമൃത ദിനേശ്. അതുകൂടെ അറിഞ്ഞിരിക്കണം. അവസാനത്തെ ചോദ്യം, ലഹരി മാഫിയക്കെതിരെ കേരള പോലീസ് ആരംഭിച്ച പ്രത്യേക ജനകീയ ദൗത്യം. ലഹരി മാഫിയക്കെതിരെ കേരള പോലീസ് ആരംഭിച്ച പ്രത്യേക ജനകീയ ദൗത്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ. ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. അപ്പൊ പഠിച്ചു നോക്കണം. ലഹരി മാഫിയക്കെതിരെ കേരള പോലീസ് ആരംഭിച്ച പ്രത്യേക ജനകീയ ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ബ്രാൻഡ് അംബാസിഡർ അഥവാ തൂഫാൻ വാരിയറായിട്ട് നിയമിതനായ മലയാള നടൻ ആരെന്ന് പരീക്ഷിക്കുകയും ആരാണ്? നമ്മുടെ മോഹൻലാലാണ്. ഓപ്പറേഷൻ നടനായിട്ടുള്ള മോഹൻലാലാണ് ഓപ്പറേഷൻ തൂഫാന്റെ ബ്രാൻഡ് അംബാസിഡർ കേട്ടോ. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ദയവ് ചെയ്ത് ഹൈപ്പ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു ഇതുപോലുള്ള നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം പുതിയൊരു മോക്ക് ടെസ്റ്റുകളും പുതിയ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക്